സിലബസ് ഒന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളെ പഠനം സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെ. യെസ്, സിലബസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്നും കൂടി ഞാൻ പറയാം. നമ്മുടെ പച്ചവെള്ളത്തിന്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ സിലബസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സിലബസ് എവിടെ? യെസ്, ഇവിടെ നിങ്ങൾ കണ്ടോ? ഏതാ? ഇവിടെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടാബ് കണ്ടോ? സിലബസിന്റെ ടാബിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടാബ് കിട്ടും. ഓക്കെ, അത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സിലബസ് ഉള്ളത്. ഒന്ന് നമ്മുടെ LD ടൈപ്പിസ്റ്റും കമ്പ്യൂട്ടർ അസിസ്റ്റന്റും സ്റ്റെനോഗ്രാഫറും ക്ലർക്ക് ടൈപ്പിസ്റ്റും ഒക്കെ ഉള്ള കോമൺ ആയിട്ടുള്ള സിലബസ്. ഓക്കെ, യെസ്, നമ്മുടെ ജൂൺ മാസത്തിൽ പരീക്ഷ എഴുതുന്ന കോമൺ ആയിട്ടുള്ള സിലബസ് ആണ് നമ്മുടെ LD ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ, ഇതിനൊക്കെ വരുന്ന കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് അല്ലെ. 10 മാർക്കിന്റെ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ഇൻക്ലൂഡിങ് റിനൈസൻസ് അല്ലെ. യെസ്, അങ്ങനെ 10 മാർക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫാക്ട് അബൌട്ട് ഇന്ത്യ ഇതിന്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേ അടുത്ത ആഴ്ച പിന്നെ മാർച്ച് 10-ാം തീയതിയോട് കൂടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 10-11-ാം തീയതിയോട് കൂടിയിട്ട് GK യുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, യെസ്, ഫാക്ട് അബൌട്ട് ഇന്ത്യ, ഫാക്ട് അബൌട്ട് കേരള, ഈ ടോപ്പിക്കുകൾ പറയണം, പഠിക്കണം. റിനൈസൻസ് ഒരു ക്ലാസ് നമ്മൾ യൂട്യൂബിൽ ഒരു സാമ്പിൾ ക്ലാസ് കണ്ടിരുന്നോ? യൂട്യൂബിൽ നമ്മളെ ഒരു സാറിന്റെ ക്ലാസ് കണ്ടായിരുന്നോ? യെസ്, അപ്പോ ആ സാമ്പിൾ ക്ലാസ് ആ സാർ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. റിനൈസൻസ്, ഫാക്ട് അബൌട്ട് ഇന്ത്യ, കേരള സ്റ്റാർട്ട് ചെയ്യും. കറണ്ട് അഫയേഴ്സ് നമ്മളിപ്പോ ഓൾറെഡി ഒരു കോഴ്സ് നിങ്ങൾക്ക് തന്നു, ഇനി എക്സാം അടുപ്പിച്ച് ഒരു കോഴ്സും കൂടെ നിങ്ങൾക്ക് തരും കേട്ടോ. യെസ്, ഇനി യെസ്, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? യെസ്, ഓക്കെ ആണ്, ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ ബാച്ച് 1-ന് ഇപ്പൊ എടുത്തത്. ഏത്? ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, മെമ്മറി, സ്റ്റോറേജ് യൂണിറ്റ്, പെരിഫറൽ, അത് കേട്ടോ, ഇമെയില്, ബ്രൗസേഴ്സ്, സെർച്ച് എഞ്ചിൻ, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ആന്റിവൈറസ്, സോഫ്റ്റ്വെയർ, യൂണിക്കോഡ്, വെബ്സൈറ്റ്, വിൻഡോസ് നമ്മൾ ഇന്നേ എടുക്കുന്നുള്ളൂ കേട്ടോ. യെസ്, അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്ത്. ഇതിനൊക്കെ ഇനിയും എന്തുണ്ടാവും? അഡീഷണലി പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെയും റിവിഷൻ ക്ലാസ്സുകളും ഉണ്ടാവും എക്സാം അടുപ്പിച്ച് കേട്ടോ. ഇതാണ് ഇപ്പൊ നമ്മൾ കവർ ചെയ്തത്. ഇനി നമ്മൾ MS വേർഡിലേക്ക് പോവാണ്, എക്സലിലേക്ക് പോവാണ്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. യെസ്, ഇനി ടൈപ്പിന്റെ കാര്യങ്ങളും ഇടയിൽ എന്ത് ചെയ്യും? നമ്മളെ ടൈപ്പ് റൈറ്ററിന്റെ പോർഷൻസ് നമ്മൾ എടുക്കും. മലയാളത്തിന്റെ ക്ലാസ്സുകൾ ബാച്ച് 1-ന് പോകുന്നുണ്ട്, ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ ബാച്ച് 1-ന് പോകുന്നുണ്ട്. യെസ്, ബാച്ച് 2-ന് അത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് 10th ലെവൽ പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്കുള്ള സിലബസ്. ഓക്കെ, ഇനി വാട്ടർ അതോറിറ്റിയുടെ എക്സാമിന് ഫോളോ ചെയ്യുന്ന ആളുകളുടെ സിലബസ് ഇതായിരിക്കാം കേട്ടോ. കാരണം നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ സിലബസ് വന്നാലേ നമുക്ക് ഫൈനലി പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള കഴിഞ്ഞ വർഷത്തെ ഡിഗ്രി ലെവലിന്റെ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ പോവുക. ഓക്കെ, നമുക്കൊരു 3 മാസം മുന്നേ ഒക്കെ ഇത് കിട്ടും, സിലബസ് കിട്ടും. അപ്പൊ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ മാറ്റം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കും. ജനറൽ നോളജിന്റെ 10 മാർക്ക് കോമൺ ആണ്, സെയിം ആണ് കേട്ടോ. സെയിം സിലബസ് ആണ്. ജനറൽ നോളജിന്റെ 10 മാർക്ക് എന്താണ്? സെയിം സിലബസ് ആണ്. ഫണ്ടമെന്റൽസ്, ഇത് നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങളൊക്കെ എന്താണ്? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ കൺസെപ്റ്റുകൾ സെയിം ആണ്. ഓക്കെ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ കൺസെപ്റ്റുകൾ എന്താണ്? സെയിം ആണ്. പിന്നെ നമ്മൾ MS വേർഡിലേക്ക് പോകുന്നു. വേർഡ്, എക്സല്, പവർ പോയിന്റ് നമുക്ക് എടുക്കണം. അതിനുശേഷം വാട്ടർ അതോറിറ്റിയുടെ സിലബസിലുള്ള അഡീഷണലി കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ട് അല്ലെ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. DBMS ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താണ്? പിന്നെ വെബ് ഡിസൈനിങ്, HTML-ഉം ജാവാസ്ക്രിപ്റ്റ് ഒക്കെ പഠിക്കാനുണ്ട്. ഇതൊക്കെ നമ്മൾ ജൂൺ മാസത്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സുകളെ എടുക്കാം കേട്ടോ. ജൂൺ മാസത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ്സുകൾ എടുക്കും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിലായിരിക്കും ഏകദേശം പരീക്ഷ വരിക, അല്ലെങ്കിൽ സെപ്റ്റംബറിലായിരിക്കും പരീക്ഷ വരിക. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന അഡീഷണൽ ടോപ്പിക്കുകൾ ഉണ്ടാവും. ഇനി ഇതിന്റെ സിലബസിൽ ഇംഗ്ലീഷ് സെയിം ആണ്, മലയാളവും സെയിം ആണ്. യെസ്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ 5 മാർക്ക്, സിമ്പിൾ അരിത്തമെറ്റിക്കും 5 മാർക്ക് മെന്റൽ എബിലിറ്റി കൂടി വരുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ സിലബസ് ഡിഗ്രി ലെവൽ ആവുമ്പോൾ DCA സബ്ജക്ട് കൂടെ കൂട്ടുമ്പോൾ കേട്ടോ. അതേ സിലബസ് വരട്ടെ. മാത്സ് സിലബസിൽ ഉണ്ടെങ്കിൽ മാത്സ് നിങ്ങൾക്ക് ക്ലാസ് കിട്ടും കേട്ടോ. യെസ്, അങ്ങനെ രണ്ടുപേരെയും നമ്മൾ എന്താണ്? യെസ്, ജൂലൈ വരെ, ജൂൺ വരെ KNFET-ന്റെ ഒക്കെ പരീക്ഷ വരെ ഉള്ള സിലബസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ, വേർഡ്, എക്സല്, പവർ പോയിന്റ്, ടൈപ്പ്, ഓക്കെ, ഇംഗ്ലീഷ്, മലയാളം, GK, കറണ്ട് അഫയേഴ്സ്, ഇതെല്ലാം പരമാവധി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കവർ ചെയ്തു പോകും. ഇനി അതിനുശേഷം വരുന്ന ഈ പറയുന്ന വാട്ടർ അതോറിറ്റിയുടെ ടോപ്പിക്ക് വാട്ടർ അതോറിറ്റിക്കാർക്ക് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ എക്സാമിനോട് അടുപ്പിച്ചുള്ള 3 മാസങ്ങളിൽ റിവിഷനും, ഈ പഠിച്ചതിന്റെ റിവിഷനും ഒപ്പം അഡീഷണൽ ടോപ്പിക്കുമായിട്ട് നമ്മൾ എടുക്കും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ സിലബസും കാര്യങ്ങളും പോകുന്നത്. കറണ്ട് അഫയേഴ്സ് 5 മാർക്കും, GK 5 മാർക്കും, അങ്ങനെയല്ല. കറണ്ട് അഫയേഴ്സ് 2 അല്ലെങ്കിൽ 3 മാർക്കിനാണ് ചോദിക്കുക, ബാക്കി GK കേട്ടോ. നോർമലി അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. യെസ്, അപ്പോ ഇതാണ് പറയാനുള്ളത്. അപ്പൊ അതിലെ ഇന്ന് നമ്മൾ എടുക്കുന്നത്
വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ്. ഓക്കെ, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ്. യെസ്, എന്നാ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, തുടങ്ങാം. അതായത് നമ്മളെ വേർഡ് പ്രോസസ്സിംഗ് ആണ് ഫസ്റ്റ് ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബാച്ച് 2ന്റെ ഫസ്റ്റ് ക്ലാസ്സിലെ വേർഡ് പ്രോസസ്സിംഗിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വേർഡിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ആ വിൻഡോസിന്റെ ഹിസ്റ്ററിയും വിൻഡോസിന്റെ ഒരു ഓവറോൾ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് മുതലേ വേർഡിലേക്ക് പോകാം. ഓക്കെ, പോവാം. ആഷ്ലി ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോന്നിന്റെയും PDF സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസും എല്ലാം അടക്കം ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ഒന്നിച്ച് വേണോ? യെസ്, അത് കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. അതിനൊരു വില ഉണ്ടാവണമെങ്കിൽ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവിടെ വേണം കേട്ടോ. യെസ്, ഇല്ലെങ്കിൽ നിങ്ങള് അതിനൊരു ഇതുണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യാ, എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോൾഡർ ബൈ ഫോൾഡർ ആയിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നോക്കിയാൽ മതി കേട്ടോ. യെസ്, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മളെ വേർഡിന്റെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യാം, വിൻഡോസിനെ ഒന്ന് പരിചയപ്പെടാം. വിൻഡോസിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയാം നമുക്ക്. എന്താണ് വിൻഡോസ് എന്ന് പറയുന്നത്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലെ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ വിൻഡോസ്. അതിലുപരി ആദ്യം വിൻഡോസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമാണ് വിൻഡോസ്. പിന്നെ എന്താ വിൻഡോസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം? വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് വേറെ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയാം? വേറെന്താ വിൻഡോസ്? ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന അല്ലെ, മോസ്റ്റ് യൂസേഴ്സ് ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ്. പിന്നെ മൈക്രോസോഫ്റ്റിന്റെ പ്രൊഡക്റ്റ് ആണ് അല്ലെ, മൈക്രോസോഫ്റ്റിന്റെ പ്രൊഡക്റ്റ് ആണ് വിൻഡോസ് അല്ലെ. 1985 വിൻഡോസ് വന്നത് അല്ലെ. ആരാ ഇത് കണ്ടുപിടിച്ചത്? ബിൽ ഗേറ്റ്സ് അല്ലെ. ബിൽ ഗേറ്റ്സും അതുപോലെ തന്നെ പോൾ അലനുമാണ് ഇതിന്റെ ഫൗണ്ടേഴ്സ്. ഓക്കെ, വിൻഡോസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വിൻഡോസ് 11 ആണ് അല്ലെ. ഫസ്റ്റ് വേർഷൻ ഏതാണ്? നിങ്ങൾക്ക് എല്ലാം അറിയാലോ, വിൻഡോസ് 1.0 ആണ് ഫസ്റ്റ് വേർഷൻ എന്നും നമുക്ക് പഠിക്കാം അല്ലേ? യെസ്. അപ്പോ വിൻഡോസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. വിൻഡോസ് എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താന്നൊക്കെ ബാച്ച് 2 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുകയെ, ആരും ബേജാറാവണ്ട കേട്ടോ. 1985 വന്നത്. നവംബർ 20 അല്ലെ. 1985 നവംബർ 20 വന്നിട്ടുള്ളത്. നവംബർ 20 വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ്. ഇനി ബിൽ ഗേറ്റ്സും പോൾ അലനുമാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. മൈക്രോസോഫ്റ്റിന്റെ പ്രൊഡക്റ്റ് ആണ്. ഇനി വിൻഡോസിന്റെ ആദ്യത്തെ വേർഷൻ 1.0 ആണ്. വിൻഡോസിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻഡോസ് 11 ആണ് എന്ന പോയിന്റും പഠിച്ച് വെക്കാം. ഓക്കെ, ഇനി വേറെന്താ വിൻഡോസിനെ കുറിച്ച് നമ്മുടെ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതൊക്കെ തിയറിയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യുന്നുണ്ടേ. എല്ലാരും ഇവിടെ എത്തിയോ? കുറച്ചു പേരൊക്കെ എത്തിയില്ലേ? എല്ലാരും ലൈവിൽ വരാൻ പരമാവധി ശ്രമിക്കണേ. തിരക്കുള്ള ആളുകൾ, ജോലിയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് മനസ്സിലാവും. എങ്കിലും പരമാവധി നിങ്ങൾ ലൈവിൽ വരാൻ നോക്കണേ കേട്ടോ. ഓക്കെ, പിന്നെന്താ വിൻഡോസിന്റെ മറ്റു പ്രത്യേകത എന്താ? ഇത് ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്, അതായത് പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റൂല കേട്ടോ. ഓക്കെ, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ് ഇത്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രൊപ്രൈറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ന് പഠിച്ചു വെക്കാം. പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഞാൻ വിൻഡോസ് ആണല്ലോ ഉപയോഗിക്കുന്നത്, പക്ഷെ ഞാൻ പൈസ ഒന്നും കൊടുത്തില്ലല്ലോ, അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ എനിക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തന്നതാണല്ലോ എന്നൊക്കെ ചിലര് ചിന്തിക്കും അല്ലെ. ചിലരെങ്കിലും ചിന്തിക്കും. പക്ഷെ ആളെ ക്രാക്ക്ഡ് വേർഷൻ ആണ്, ഒറിജിനലിന്റെ ക്രാക്ക്ഡ് വേർഷൻ ആണ് നമുക്ക് ഇട്ട് തന്നിട്ടുള്ളത്. അത് പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ് ഇത് വിൻഡോസ് എന്ന് പറയുന്നത്.
കേട്ടോ. ഇനി നമുക്ക് വിൻഡോസിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ വിൻഡോസിന്റെ ഹിസ്റ്ററി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പിന്നെ വിൻഡോസിന്റെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ, കോർട്ടാന കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. യെസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. വിൻഡോസിന്റെ ഓരോ വേർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. വിൻഡോസ് ഓരോ OSനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ ആവശ്യമുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഓവറോൾ ഐഡിയ അല്ലെ, ഐക്കൺസ്, ഡെസ്ക്ടോപ്പ്, നോട്ടിഫിക്കേഷൻ, ടാസ്ക് ബാർ എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. പിന്നെ യെസ്, മൈ ഡോക്യുമെന്റ്സ്, മൈ കമ്പ്യൂട്ടർ, റീസൈക്കിൾ, പിന്നെ സ്റ്റാർട്ട് ബട്ടണിൽ എന്തൊക്കെയുള്ളത്, പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള കമാൻഡ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സമയം പോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പോവാം. ഓക്കെ, ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ നോക്കിയേ നിങ്ങളെ, ഇതിന്റെ ലോഗോ തന്നെ പലപ്പോഴായിട്ട് പല വിധങ്ങളിലായിട്ട് മാറി മാറി വരുന്നുണ്ട് അല്ലെ. യെസ്, എന്താണ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ? വിൻഡോസ് എ സീരീസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തത്. ആരാണ് നമ്മൾ പഠിച്ചു? ഇനി തെറ്റരുതേ, ബിൽ ഗേറ്റ്സ് ആൻഡ് പോൾ അലൻ. ബിൽ ഗേറ്റ്സും പോൾ അലനുമാണ് വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, the operating system for personal computers in early 1980s was DOS disk operating system. അതായത് മൈക്രോസോഫ്റ്റ് കണ്ടുപിടിച്ച ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് 1980കളിൽ കണ്ടുപിടിച്ച ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു. അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80കളിൽ കണ്ടുപിടിച്ച മൈക്രോസോഫ്റ്റിന്റെ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് CLI ആയിരുന്നു. എന്താ CLI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? CLI അതായത് നമുക്ക് കമാൻഡ്സ് വഴിയായിരുന്നു കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക കേട്ടോ. കമാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യണം, CD ഡ്രൈവ് ഓപ്പൺ ആക്കാൻ, ആ ഫയൽ കോപ്പി ചെയ്യാൻ, ഈ ഫയൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ, ഇങ്ങനെയൊക്കെ നമ്മൾ കമാൻഡ്സ് അടിച്ചു കൊടുക്കണമായിരുന്നു. ഓക്കെ, യെസ്, അതായത് കമാൻഡ് ലൈൻ ഇന്റർഫേസ്. കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആയിരുന്നു ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മൈക്രോസോഫ്റ്റിന്റെ OS ആയ ഡോസിൽ ഉണ്ടായിരുന്നു. കമാൻഡ് ലൈൻ ഇന്റർഫേസ് 1980കളിൽ വന്ന ഡോസ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. CLI ആയിരുന്നു, കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആയിരുന്നു. അതായത് കമാൻഡുകൾ ഉപയോഗിച്ചായിരുന്നു കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ രണ്ട് രീതിയുണ്ട്. ഒന്ന് CLI, ഇപ്പൊ നമ്മൾ പഠിച്ചു, കമാൻഡ്സ് ഉപയോഗിച്ചുകൊണ്ട്. കമാൻഡ്സ് ഉപയോഗിച്ചുകൊണ്ട് അറിയില്ലേ, അതായത് ഡോസിന്റെ ഇന്റർഫേസ്. യെസ്, ഡോസ് ഇന്റർഫേസ് കാണിച്ചു തരാം. യെസ്, ഇതാ നോക്കേ നിങ്ങളെ, കണ്ടോ? ഇങ്ങനെ ബ്ലാക്ക് സ്ക്രീനിൽ നമ്മൾ ഓരോരോ കമാൻഡുകൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നതിനനുസരിച്ചാണ് ഓപ്പറേഷൻസ് ചെയ്യുക. അല്ലാതെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ മൗസ് അങ്ങനെ അവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല ആദ്യകാലത്ത്. കമാൻഡുകൾ ഉപയോഗിച്ചായിരുന്നു കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് കേട്ടോ. അതാണ് കമാൻഡ് ലൈൻ ഇന്റർഫേസ്. ഓക്കെ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് GUI ആണ്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ് ഇന്ന് നമ്മളെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത് കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആണ് എന്ന് പിടിച്ചു വെക്കാം. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൗസ് ക്ലിക്ക് ചെയ്യാനും ഡ്രാഗ് ചെയ്യാനും ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റും ഇതൊക്കെ വരുന്ന കീബോർഡും മൗസും ഒക്കെ ഉപയോഗിച്ച് കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന GUI സിസ്റ്റം ആണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് കമാൻഡ് ലൈൻ ഇന്റർഫേസ്. അപ്പൊ ഡോസിൽ ഏതായിരുന്നു? കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആയിരുന്നു. അതെ, സിംഗിൾ യൂസർ ക്യാരക്ടർ ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒരാൾക്ക് മാത്രമേ ഒരു സമയത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രൂപത്തിലുള്ള ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്ത് കമാൻഡ്സ് ടൈപ്പ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു ഡോസ്. അതിന്റെ പരിമിതിയെ മറികടന്നുകൊണ്ടാണ് 1983 കാലഘട്ടത്തിലെ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. 80കളിൽ കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആയിരുന്നു. 83ലാണ് ഈ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അതിന്റെ ഫലമായിട്ട് 1985ലാണ് ഒഫീഷ്യലി വിൻഡോസിന്റെ ആദ്യത്തെ വേർഷൻ വരുന്നത്. വിൻഡോസിന്റെ ആദ്യത്തെ വേർഷൻ ഏതാ? വിൻഡോസിന്റെ ആദ്യത്തെ വേർഷൻ, യെസ്, ഫസ്റ്റ് വേർഷൻ 1 എന്ന് പറയുന്നത് സാമ്പിൾ വേർഷൻ ആയിരുന്നു. ഫസ്റ്റ് ഒഫീഷ്യലി ഉപയോഗിക്കാൻ തുടങ്ങിയ വേർഷൻ എന്ന് പറയുന്നത് 1.01 ആണ് കേട്ടോ. 1 ആണ് വന്നത്, പക്ഷെ ഒഫീഷ്യലി ഉപയോഗിക്കാൻ തുടങ്ങിയ ആദ്യത്തെ 1 വന്നു, പക്ഷെ ഒഫീഷ്യലി ഉപയോഗിക്കാൻ വന്നത്
1.01 എന്ന് പറയുന്ന വേർഷൻ ആണ് ആദ്യമായിട്ട് മാർക്കറ്റിൽ വന്നത് കേട്ടോ. ഓക്കെ, 1.01 ആണ് ആദ്യമായിട്ട് മാർക്കറ്റിൽ വന്നത്. അപ്പുറത്ത് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ, തിയറി ആണ്, ഹിസ്റ്ററി ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു കേട്ടോ. വിൻഡോസ് 1ഉം 2.0യും അതൊക്കെ 1985-88 കാലഘട്ടത്തിൽ വന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ നിങ്ങളെ, 80കളിൽ കമാൻഡ് ലൈൻ ഇന്റർഫേസ് ഉള്ള ഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൈക്രോസോഫ്റ്റ് കണ്ടുപിടിച്ചു. 83ൽ കമാൻഡ് ലൈൻസ് പോരാ എന്ന് മനസ്സിലാക്കിയിട്ട് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിന് തുടക്കം കുറിച്ചു. 85ലാണ് ഒഫീഷ്യലി വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാർക്കറ്റിൽ വരുന്നത്. ഓക്കെ, ഈ വിൻഡോസ് 3 announced in 1990 was the first program was accepted by the users and software development in a large scale. Windows 3 മുതലാണ് ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത്. 90കളിലാണ് ആളുകൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ. ആ ഒരു കാലഘട്ടം ഒന്ന് മനസ്സിലാക്കി പോവാ. ഓക്കെ, അപ്പൊ 80കളിൽ ആണ് എന്ത് വന്നത്? ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നത്, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നത്, കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആയിരുന്നു. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് വന്നത് 1983ലാണ്. 85ലാണ് ഒഫീഷ്യലി വിൻഡോസിന്റെ വേർഷൻസ് വരുന്നത്. യെസ്, 90കളിലാണ് ആളുകൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എടുക്കേണ്ട പോയിന്റുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വാസ് വിൻഡോസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1985 നവംബർ 20. 1985 നവംബർ 20-നാണ് ആദ്യത്തെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒഫീഷ്യലി പുറത്തിറങ്ങുന്നത് കേട്ടോ. ഇത് PSC ചോദിച്ചതാണ്. പണ്ടൊന്നും PSC പരീക്ഷയ്ക്ക് കമ്പ്യൂട്ടറിൽ വർഷങ്ങൾ ചോദിക്കാറേ ഇല്ലായിരുന്നു. ഏത് 2014-19 വരെ ഒന്നും വർഷങ്ങൾ അധികം കണ്ടിട്ടേ ഇല്ല. റയറായിട്ട് 1-2 വർഷങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം വർഷങ്ങളും PSC ധാരാളമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടുപിടിച്ച വർഷമൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം. ഇത് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വിൻഡോസിന്റെ ഫസ്റ്റ് ഒഫീഷ്യൽ വേർഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻഡോസ് 1.01 എന്ന് വിളിച്ചു. ലേറ്റസ്റ്റ് വേർഷനോ വിൻഡോസ് 11 ആണ് എന്ന് പോയിട്ടും പഠിച്ചേക്കും കേട്ടോ. ലേറ്റസ്റ്റ് വേർഷൻ വിൻഡോസ് 11 ആണ്. ഫസ്റ്റ് വേർഷൻ 1.01 ആണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. യെസ്, കിട്ടിയില്ലേ? ഒന്നും കിട്ടാനൊന്നുമില്ല, അത്രേ ഉള്ളൂ. അപ്പൊ 1980കളിൽ ഡോസ്, 83ലെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് വന്നു. 85ലാണ് വിൻഡോസ് വരുന്നത്. പക്ഷെ ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയ വിൻഡോസ് 3 മുതലാണ്. അത് 90ലാണ് വരുന്നത്. തെറ്റ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എത്ര നേരം വായിട്ടലച്ചത് ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഷഫ്നാവിക്സ് ഓക്കെ, ഇത്രയും ഭാഗം ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, വിൻഡോസിന്റെ കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നോക്കാം കേട്ടോ. ഡീഫോൾട്ട് യൂസർ ഇന്റർഫേസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് ഷെൽ എന്നാണ് അതിനെ വിളിക്കുക. നമുക്കറിയാം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്, ഇത് നമ്മളെ ഫണ്ടമെന്റൽസ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് കേട്ടോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സെൻട്രൽ പാർട്ടിനെയാണ് കേർണൽ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ കോർ പാർട്ട്, ഏറ്റവും ഒരു OSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോർ പാർട്ടിനെയാണ് കേർണൽ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഹാർട്ട് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരേ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗം എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇത് കേർണൽ. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇത് കേർണൽ കേട്ടോ. അത് പഠിച്ചു വെക്കണേ. ഇനി ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സെഷനിലെ ഇതിനെയാണ് ഷെല്ല് എന്ന് വിളിക്കുക. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് അതിന്റെ ഏറ്റവും ഇന്റേണലി ആയിട്ടുള്ള പ്രോഗ്രാംസും കോർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കേർണൽ. യൂസറെ ഇന്റർഫേസ് ചെയ്യുന്ന ഭാഗമാണ്, യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഭാഗമാണ് ഷെല്ല് കേട്ടോ. ഷെല്ല് എന്ന് പഠിച്ചു. ഇനി OS എന്താന്നുള്ള ഒരു ധാരണ രണ്ടാമത്തെ ബാച്ചുകാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്? വിൻഡോസ്, നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ വിൻഡോസ് എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ വിൻഡോസ് എന്താ ചെയ്യുന്നത്? നിങ്ങളെയും ഈ കമ്പ്യൂട്ടറിനെയും തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതല്ലേ വിൻഡോസ് ചെയ്യുന്നത് അല്ലെ? അതിൽ കീബോർഡ് ഉപയോഗിക്കണമെങ്കിൽ, മൗസ് ഉപയോഗിക്കണമെങ്കിൽ, സ്കാനർ ഉപയോഗിക്കണമെങ്കിൽ, പ്രിന്റർ ഉപയോഗിക്കണമെങ്കിൽ, ഇതെല്ലാം ഉപയോഗിക്കണമെങ്കിൽ, യൂസർക്ക് ഇതെല്ലാം ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ ഇടയിൽ എന്ത് വേണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം, വേണ്ടേ? ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറുകളെ ഒരു യൂസർക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ ഇടയിൽ എന്ത് വേണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം കേട്ടോ. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് യൂസർ. ഓക്കെ, ഹാർഡ്വെയർ, ഇത് ഹാർഡ്വെയർ അല്ലല്ലോ,
യൂസറിനെയും ഹാർഡ്വെയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് OS. ഇതിനകത്ത് വിൻഡോസ് ഉണ്ടായതുകൊണ്ടാണ് ഇതിനകത്ത് കീബോർഡും മൗസും സ്കാനറും പ്രിന്ററും ഒക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്, കേർണലും ഷെല്ലും. ഹൃദയഭാഗം, കേന്ദ്രഭാഗമാണ് ഏത്, കോർ പാർട്ടാണ് ഏത്, കേർണൽ. യൂസർ ഇന്റർഫേസ് ഭാഗമാണ് ഏത്, ഷെല്ല്. ഓക്കെ. ഇനി വിൻഡോസിന്റെ ഷെല്ലിന്റെ പേരാണ് വിൻഡോസ് ഷെൽ. യൂസർ ഇന്റർഫേസ് പോർഷൻ ഓഫ് വിൻഡോസ് ആണ് വിൻഡോസ് ഷെൽ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. വിൻഡോസിന്റെ യൂസർ ഇന്റർഫേസ് സെഷനെ വിളിക്കുന്ന പേരാണ് എന്തേ, ഷെല്ല്. ക്ലിയർ അല്ലേ? എന്താണ് OS എന്ന് പറഞ്ഞു, OSന്റെ രണ്ട് ഭാഗങ്ങൾ പറഞ്ഞു. അതിന്റെ യൂസർ ഇന്റർഫേസ് സെഷൻ ആണ് വിൻഡോസിന്റെ വിൻഡോസ് ഷെല്ല് എന്ന് വിളിച്ചു. ക്ലിയർ അല്ലേ അമൃത, അഹാന? യെസ്. കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ കേട്ടോ, സജീവാവണേ. യെസ്. കുറെ പേരൊക്കെ ജോലിക്കൊക്കെ പോകുന്ന ആളുകളായിരിക്കും. അവരൊക്കെ റെക്കോർഡഡ് ആയിട്ട് കാണണം. എന്തെങ്കിലും ഒഴിവ് കിട്ടുകയാണെങ്കിൽ ലൈവിൽ വരണം. നമ്മുടെ ചില ക്ലാസ്സുകൾ നമ്മളെ രാത്രി നമുക്ക് വെക്കാം കേട്ടോ, അതിന് കുഴപ്പമില്ലല്ലോ. ചില ദിവസങ്ങളിൽ നമുക്ക് 10 മണിയുടെ ക്ലാസ് വൈകുന്നേരം 8 മണിക്ക് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും യാത്രയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 10 മണിയുടെ ക്ലാസ് ചില ദിവസങ്ങളിൽ നമുക്ക് 8, എന്നാ പിന്നെ ജോലി ചെയ്യുന്ന ആളുകൾക്കും കൂടെ കുറച്ച് ക്ലാസ്സുകൾ കിട്ടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ കേട്ടോ. യെസ്. ഓക്കെ, അത് നമുക്ക് ആലോചിച്ച് ചെയ്യാം. രാവിലെ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി രാവിലെ പഠിപ്പിക്കാനാണ് എനിക്ക് ഇഷ്ടം. എന്താന്ന് അറിഞ്ഞൂടാ, രാവിലെ നമ്മുടെ ഫ്രഷ് മൈൻഡില് കാര്യങ്ങളൊക്കെ അങ്ങ് ഫ്രഷ് ആയിട്ട് അങ്ങ് എടുക്കുക. വൈകുന്നേരം നമ്മുടെ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതമാവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. ചില ദിവസങ്ങളിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അവരെ നമ്മൾ കുറച്ചൊക്കെ കൺസിഡർ ചെയ്യണമല്ലോ കേട്ടോ. ഇനി എക്സാം പഠിപ്പിച്ച് ചിലപ്പോൾ 2 ക്ലാസ് ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്ത് മെല്ലെ പോവാ. ഫസ്റ്റ് ബാച്ചില് ആകെ 35 ക്ലാസ് ആണ് ഇപ്പൊ നമ്മൾ എടുത്തത്. അത് തന്നെ എന്റെ ദൈവമേ എത്ര മെസ്സേജാ, ഫോളോ ചെയ്യാൻ പറ്റിയില്ല, എന്നെ ബാച്ച് 2ലേക്ക് ആഡ് ചെയ്യോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. നമ്മൾ ആഴ്ചയില് കമ്പ്യൂട്ടർ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് മലയാളം 2 ദിവസമൊക്കെ വെച്ച് പോയിട്ട് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് എത്തുന്നില്ല. അപ്പൊ പിന്നെ ലോഡ് കൂടുമ്പോൾ ഒരിക്കലും ഫോളോ ചെയ്ത് എത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവരുതേ. ലോഡ് എന്തായാലും ഇനി കൂടും, സ്വാഭാവികമായിട്ട് ലോഡ് കൂടിയാലല്ലേ നമുക്കെല്ലാം പഠിച്ചു തീരുള്ളൂ കേട്ടോ. കൃത്യമായിട്ട് സമയം കണ്ടെത്തി എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവൈലബിൾ ഇൻ 138 ലാംഗ്വേജസ് കറന്റ്ലി കേട്ടോ. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 138 ലാംഗ്വേജുകളിലാണ് വിൻഡോസ് OS ഇപ്പൊ അവൈലബിൾ ആയിരിക്കുന്നത്. ഇനി വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡിഫോൾട്ട് ബ്രൗസർ, ഡിഫോൾട്ട് ബ്രൗസർ ആണ്. ഡിഫോൾട്ട് ബ്രൗസർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 10 മുതൽ ഓക്കെ വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുതൽ ഇതിന്റെ ഡിഫോൾട്ട് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കിയേ നിങ്ങളെ ഇവിടെ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ കാണൂല അല്ലെ? യെസ്. ഏതാണ്? എഡ്ജ് ആണ് കേട്ടോ, എഡ്ജ്. ഓക്കെ. അതിന് മുന്നേ ഏതായിരുന്നു? ഓൾഡർ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആയിരുന്നു. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ബ്രൗസർ ഏതായിരുന്നു? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആയിരുന്നു. ഇപ്പൊ എഡ്ജ് ആക്കി മാറ്റി. അതിന്റെ ഒരു കോഡ് നെയിം ആണ് സ്പാർട്ടൻ കേട്ടോ. എഡ്ജിന്റെ ഒരു കോഡ് നെയിം ആണ് എന്ത്? സ്പാർട്ടൻ എന്ന് നോട്ട് ചെയ്യുന്നത്. സ്പാർട്ടൻ. ഓക്കെ. അപ്പൊ എക്സ്പ്ലോറർ മാറിയിട്ട് എന്തായി? എഡ്ജ് ആയി മാറി. യെസ്. അതിന്റെ കോഡ് നെയിം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ് അത് സ്പാർട്ടൻ ആണ് എന്ന് നോട്ട് ചെയ്തു. 10 മുതലാണ് കേട്ടോ, വിൻഡോസ് 10 മുതലാണ് ഈ പറയുന്ന എഡ്ജ് ആയിട്ട് മാറി. ഇനി കഴിഞ്ഞ ഒരു പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് വെർച്വൽ അസിസ്റ്റന്റ് ഓഫ് വിൻഡോസ്. വിൻഡോസിന്റെ വെർച്വൽ അസിസ്റ്റന്റിന്റെ പേര്, അതായത് പിന്നെ Hey Siri, set alarm for 12 PM. I've set your alarm for noon. ഇത് വെർച്വൽ അസിസ്റ്റന്റ് ആണ്. iOSന്റെ വെർച്വൽ അസിസ്റ്റന്റിന്റെ പേരാണ് സിറി. iOSലെ വെർച്വൽ അസിസ്റ്റന്റിന്റെ പേരാണ് സിറി. അതേപോലെ തന്നെ വിൻഡോസിന്റെ വെർച്വൽ അസിസ്റ്റന്റിന്റെ പേരാണ് കോർട്ടാന. നിങ്ങൾ കേട്ടില്ലേ? സിറി ചേട്ടനെ കേട്ടില്ലേ? എന്റെ മോളെ പേടിപ്പിച്ച് ചോറ് കൊടുക്കുന്ന സംഭവമാണ് സിറി ചേട്ടൻ. യെസ്. അപ്പൊ സിറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് iOSന്റെ വെർച്വൽ അസിസ്റ്റന്റ് ആണ്. ഇവിടെ കോർട്ടാന എന്ന് പറയുന്നത് വെർച്വൽ അസിസ്റ്റന്റ് ആണ് എന്ന് പോയിന്റ് എന്ത് ചെയ്യണം കേട്ടോ. കോർട്ടാന PSC ചോദിച്ചിട്ടുണ്ട്, അത് പഠിക്കാം കേട്ടോ. കോർട്ടാന. അപ്പോ ഹാർട്ട് ഓഫ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹാർട്ടിനെ വിളിക്കുന്ന പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹാർട്ടിനെ എന്ത് വിളിക്കും? കേർണൽ എന്ന് വിളിക്കും കേട്ടോ. യെസ്. എല്ലാത്തിന്റെയും, വിൻഡോസിന്റെ മാത്രമല്ല എല്ലാ OSന്റെയും ഹാർട്ടിനെ കേർണൽ എന്ന് വിളിക്കും. ഓക്കെ.
യൂസർ ഇന്റർഫേസ് ഷെല്ലാണ് വിൻഡോസിന്റെ യൂസർ ഇന്റർഫേസ് വിൻഡോസ് ഷെല്ല് എന്ന് വെച്ചു. എത്ര ലാംഗ്വേജസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? 138 ലാംഗ്വേജസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതാണ് വിൻഡോസ് 10 മുതൽ ഏതാണ് ഡിഫോൾട്ട് ബ്രൗസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫോൾട്ട് ബ്രൗസർ ഏതാ? അത് എഡ്ജ് ആണ് എന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, എന്താണ് എഡ്ജിന്റെ കോഡ് നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പാർട്ടൻ എന്ന് പഠിച്ചു നോക്കാം. വെർച്വൽ അസിസ്റ്റന്റ് വിൻഡോസിന്റെ വെർച്വൽ അസിസ്റ്റന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കോർട്ടാന എന്ന പോയിന്റ് പഠിച്ചു നോക്കാം. ഈ പറയുന്ന എഡ്ജ് വരുന്നതിന് മുന്നേ ഏതായിരുന്നു വിൻഡോസിൽ പിന്നെ വെബ് ബ്രൗസർ ഡിഫോൾട്ട് ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണ് എന്ന് പഠിച്ചു നോക്കാം അല്ലെ. ഇനി എന്നാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നത്? 1985 അല്ലെ. യെസ്. ഇനി കമാൻഡ് ലൈൻ ഇന്റർഫേസിൽ ഉണ്ടായിരുന്ന വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലെ. യെസ്. ഓക്കെ, വിൻഡോസിന്റെ ആദ്യത്തെ ഒഫീഷ്യൽ വേർഷൻ വിൻഡോസ് 1.01 ആണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. വിൻഡോസ് 11 ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്. അപ്പോ കിട്ടിയോ? ഹിസ്റ്ററിയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? യെസ്. ഇതാണ് നേരത്തെ ഷഫ്ന ചോദിച്ചതിന് ഉത്തരം. ഇത് നമുക്ക് ഒന്ന് നോക്കി പോകേണ്ടതാണ് അല്ലെ. യെസ്. അതായത് 1985 വന്നു, ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് 90-ലാണ് 3 എന്ന് പഠിച്ചു. ഓക്കെ, 3.1 92-ല്. ഇതെല്ലാം പഠിക്കണോ എന്നുള്ളതായിരിക്കും സംശയം. ഒന്ന് നോക്കുക, ഒന്ന് ഓടിച്ചു നോക്കുക കേട്ടോ. 95-ൽ 95, 98-ൽ 98. ഭാഗ്യം, രക്ഷപ്പെട്ടു. വിൻഡോസ് മീ വന്നത് 2000-ല്. മീ 2001-ലാണ് XP വന്നത്. 2006-ലാണ് വിസ്ത വന്നത്. 2009-ൽ 7 വന്നു. 12-ൽ 8 വന്നു. ഇതൊക്കെ ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് നോക്കുക. 8.1 2013-ൽ വന്നു. വിൻഡോസ് 10 വന്നത് 2015-ലാണ്. വിൻഡോസ് 11 വന്നത് 2021-ല്. വിൻഡോസ് 10-ന്റെ ഒരു അഡീഷണൽ പേരാണ് ത്രഷോൾഡ് കേട്ടോ. ത്രഷോൾഡ് എന്ന കോഡുനാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻഡോസ് 10 ആണ് എന്ന് പഠിച്ചു. ത്രഷോൾഡ് എന്ന കോഡുനാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 10 ആണ്. ബാക്കിയുള്ളതിന്റെ വർഷങ്ങളും ഒന്ന് എഴുതി വെക്കുക. ചോദിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ചോദിച്ചേക്കാം. ഓക്കെ, യെസ്. സിറി ആപ്പിളിന്റെ സിറി ആപ്പിളിന്റെ കേട്ടോ. അപ്പോ വിൻഡോസിന്റെ വെർച്വൽ അസിസ്റ്റന്റ് സിസ്റ്റത്തിന്റെ പേരെന്താണ്? കോർട്ടാന കേട്ടോ. വിൻഡോസ് 10-ന്റെ മറ്റൊരു പേരാണ് എന്ത്? ത്രഷോൾഡ്. അത്രേ ഉള്ളൂ കേട്ടോ. വിൻഡോസ് 10-ന്റെ മറ്റൊരു പേരാണ് ത്രഷോൾഡ്. 2015-ലാണ് വിൻഡോസ് 10 വന്നത് എന്ന് പഠിച്ചു നോക്കാം. 10 മുതൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എഡ്ജ് 10-ന് ശേഷമാണ് വന്നത് അല്ലെ. പിന്നെ യെസ്, മൈ കമ്പ്യൂട്ടർ മാറിയിട്ട് ദിസ് PC ആയി അല്ലെ. അങ്ങനെ കുറെ മാറ്റങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ഇത് എഴുതിയെടുത്തോ നിങ്ങളെ? ഇത് എഴുതിയെടുത്തോ? തെറ്റാണോ? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, മനസ്സിലാവാനൊന്നുമില്ല ഇതിനകത്ത്. എല്ലാം തിയറിയാണ് കേട്ടോ. തിയറി കാര്യങ്ങളാണ് വിൻഡോസിനെ കുറിച്ച് നമ്മൾ എടുത്തത്. നമ്മളിപ്പോ പറഞ്ഞ എന്താണ്? മൈക്രോസോഫ്റ്റിന്റെ ആണ്. ബിൽ ഗേറ്റ്സും പോളനും ആണ് കണ്ടുപിടിച്ചത്. ആദ്യം കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആയിരുന്നു, പിന്നെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആയി. പിന്നെ 85-ലാണ് വന്നത്. നവംബർ 20-നാണ് വന്നത്. ഫസ്റ്റ് വേർഷൻ ഇതാണ്. 11 ആണ് ലാസ്റ്റ് വേർഷൻ. കേണൽ എന്താണ്? ഷെൽ എന്താണ്? 138 ലാംഗ്വേജസിനെ സപ്പോർട്ട് ചെയ്യും. 138 ലാംഗ്വേജസിനെ സപ്പോർട്ട് ചെയ്യും. ഡിഫോൾട്ട് ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എഡ്ജ് ആണെന്ന് പഠിച്ചു വെക്കാം. പിന്നെ ആദ്യം ഏതായിരുന്നു? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആയിരുന്നു എന്ന് പഠിച്ചു വെക്കാം. കോർട്ടാന എന്ന് പറയുന്നത് വെർച്വൽ അസിസ്റ്റന്റ് ആണെന്ന് പഠിച്ചു വെക്കാം. നോട്ട് ഇപ്പൊ തന്നെ എഴുതിയെടുത്താൽ വളരെ നല്ലത് രാജലക്ഷ്മി. കാരണം 1 മണിക്കൂർ ക്ലാസ്സിൽ തന്നെ പരമാവധി നോട്ടും പഠനവും ഒക്കെ ഇവിടെ തന്നെ കഴിഞ്ഞോളുക കേട്ടോ. നമ്മളിപ്പോ പഠിച്ചതിനകത്ത് എല്ലാം മനസ്സിൽ പതിപ്പിച്ച ആളുകൾ ഈ ക്ലാസ്സിൽ ഉണ്ടാവും അല്ലെ. എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഏത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ പേജ് അങ്ങ് മാറ്റിയിട്ട് എല്ലാ ഇതുവരെ പഠിപ്പിച്ച ഈ ഒരു അരമണിക്കൂർ പഠിപ്പിച്ച എല്ലാം ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും കിട്ടുന്ന ഉത്തരം കിട്ടുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും. എന്നാൽ ചിലരാണെങ്കിലോ
നോട്ട് എഴുതിയെടുക്കൽ മാത്രമേ നടന്നിട്ടുണ്ടാവുള്ളൂ. ഇവിടെ ശ്രദ്ധ ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ രണ്ട് വിഭാഗക്കാരുണ്ട് നമ്മൾക്ക് മുന്നിൽ അല്ലെ. അപ്പൊ നിങ്ങൾ ആദ്യത്തെ വിഭാഗക്കാരാവാൻ ശ്രമിക്കുക, എഴുതിയെടുക്കാനും പരമാവധി പഠിക്കാനും ശ്രമിക്കുക. PDF നിങ്ങൾക്ക് കിട്ടും, പക്ഷേ PDF നോക്കി പഠിക്കുന്നതിനേക്കാൾ നല്ലത് അവനവന്റെ കൈപ്പടയിൽ എഴുതിയ നോട്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ. ഓക്കെ, അവനവന്റെ കൈപ്പടയിൽ എഴുതിയ നോട്ട് കയ്യിൽ ഉണ്ടാവുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ നോട്ട് എഴുതി മുഴുവനായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി ജസ്റ്റ് ആ PDF നോക്കിയിട്ട് നോട്ട് കൂടി എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് ഓരോ ദിവസവും പഠിച്ചു പോവാ. നാളെ ഈ ക്ലാസ്സിൽ എടുത്തത് പഠിക്കാതെ ഒരാളും ഇങ്ങോട്ട് വരണ്ട കേട്ടോ. പഠിച്ചിട്ട് വന്നാൽ മതി. പരമാവധി ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കുക, അല്ലാത്തത് ഒന്ന് എക്സ്ട്രാ ടൈം എടുത്തിട്ട് നോക്കിയിട്ട് പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. യെസ്, നമ്മൾ അടുത്ത പോർഷനിലേക്ക് പോകുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നു. ഫസ്റ്റ് ബിസിനസ് ഓറിയന്റഡ് വേർഷൻ ഓഫ് വിൻഡോസ് ഏതാ? വിൻഡോസ് NT ആണ്. ഓക്കെ, വിൻഡോസിന്റെ ആദ്യത്തെ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള വേർഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണൽ കമ്പ്യൂട്ടറിലായിരുന്നു ഇത് ഉപയോഗിച്ചത് 85, 88 മുതൽ എന്ന് നമ്മൾ പറഞ്ഞു. ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ വിൻഡോസിന്റെ വേർഷൻ വിൻഡോസ് NT. NT എന്ന് പറഞ്ഞാൽ ന്യൂ ടെക്നോളജി, അത്രേ ഉള്ളൂ കേട്ടോ. ന്യൂ ടെക്നോളജി. യെസ്, അതെ, 1993 വിൻഡോസ് NT 3.1. അതാണ് ഫസ്റ്റ് ബിസിനസ് വേർഷൻ എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഏതൊരു ടെക്നിക്കൽ എക്സാമിന്, ടൈപ്പിസ്റ്റ് അല്ല, ഏതൊരു ടെക്നിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ബിസിനസ് ഓറിയന്റഡ് വേർഷൻ ഓഫ് വിൻഡോസ് NT 3.1 എന്ന് നോട്ട് ചെയ്തു. 93 വന്നത്. യെസ്, ഇനി എല്ലാ OS-നെ കുറിച്ച് നമ്മൾ പറയുന്നില്ല, പക്ഷെ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് വാക്ക് സംസാരിച്ച് നമ്മൾ ഇങ്ങനെ പോകും. വിൻഡോസ് XP 2001 റിലീസ് ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. വിൻഡോസ് XP 2001 നമ്മൾ റിലീസ് ചെയ്തത്, നമ്മളല്ല മൈക്രോസോഫ്റ്റ് റിലീസ് ചെയ്തത്. എന്താ ഇതിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് അഡ്വാൻസ് ഫ്രം MS-DOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ 25 ലാംഗ്വേജസ്. 25 ലാംഗ്വേജസിൽ അവൈലബിൾ ആയി അഡ്വാൻസ്ഡ് വേർഷൻ ആയി വിൻഡോസ് XP. വിൻഡോസ് XP 64-bit edition is the first Microsoft operating system for 64-bit processors designed for working with a large amount of memory and projects such as 3D animations, engineering and scientific programs. അതാണ് അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ എത്ര മെമ്മറി വേർഡ് സൈസ് ആണ് അത് എടുക്കുന്നത് എന്നതിനനുസരിച്ച് 32-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് അല്ലെ. അത് എത്രത്തോളം മെമ്മറി കപ്പാസിറ്റിയിലാണ് അത് എടുക്കുന്നത്, അതിന്റെ വേർഡ് സൈസിനനുസരിച്ച് 32-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആദ്യമുള്ള ഇപ്പൊ വരുന്നതൊക്കെ 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോ ആദ്യത്തെ ലോകത്തിലെ ഫസ്റ്റ് 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാ? 64-bit വന്ന ആദ്യത്തെ OS. ആദ്യകാലങ്ങളിലൊക്കെ 32-bit ആയിരുന്നു, വേർഡ് സൈസ് കുറവായിരുന്നു, പ്രോസസിംഗ് സ്പീഡ് കുറവായിരുന്നു അല്ലെ. 64-bit വന്ന ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? കമന്റ് ചെയ്തേ. 64-bit വന്ന ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ലിനക്സ് ആയിരുന്നു, ലിനക്സ് ആണ്. എന്നാൽ വിൻഡോസിൽ 64-bit വന്ന ആദ്യത്തെ OS ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻഡോസ് XP എന്ന് പഠിച്ചു. ക്ലിയർ ആയോ? ആദ്യത്തെ 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ലിനക്സ് ആണ്. എന്നാൽ വിൻഡോസിൽ ആദ്യത്തെ 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻഡോസ് XP എന്ന് പഠിച്ചു നോക്കാം. നോക്കിയേ നിങ്ങളെ, 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം processors designed for working with a large amount of memory and projects such as 3D animations, engineering, scientific programs ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് വിൻഡോസ് XP മുതലാണ്. 64-bit വന്നത് XP മുതലാണ്. അതിന് മുന്നിലേക്കുള്ളതിലൊന്നും 64-bit ഇല്ല, എല്ലാം 32-bit ഉള്ളൂ. അപ്പൊ XP എന്തൊക്കെയാ പഠിക്കേണ്ടത്? 2001 വന്നത് എന്നുള്ളത് നമ്മൾ നോക്കി പഠിക്കണം. 25 ലാംഗ്വേജസിൽ ഇറങ്ങിയിരുന്നു. ഇപ്പൊ എത്ര ലാംഗ്വേജസിലാണ് വിൻഡോസ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോ എത്ര ലാംഗ്വേജസിൽ വിൻഡോസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 138 ലാംഗ്വേജസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 25 ലാംഗ്വേജസിലായിരുന്നു വിൻഡോസ് XP വർക്ക് ചെയ്തിരുന്നത് അല്ലെ. 64-bit വന്ന ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ് XP എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം. ഓക്കെ, സെറ്റ്. യെസ്, കുറച്ച് പോയിന്റ് എടുക്കുന്നുള്ളൂ കേട്ടോ, കുറച്ച് പോയിന്റ് ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളൂ. വിൻഡോസ് വിസ്ത ഇതെന്താ പറയുക, 2006 മെയിൻ ആയിട്ട് വന്നത്. സെക്യൂരിറ്റിയെ ഫോക്കസ് ചെയ്ത് വന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് വിസ്ത. സെക്യൂരിറ്റി ആണ് മെയിൻ.
അപ്പൊ 64 ബിറ്റിൽ വന്നതാണ് XP എങ്കിൽ ഇത് നോക്കിയ യൂസർ അക്കൗണ്ട് കൺട്രോൾ ദ പ്രിവെന്റ് ദ പൊട്ടൻഷ്യലി ഹാർംഫുൾ സോഫ്റ്റ്വെയർ ഫ്രം മേക്കിംഗ് ചേഞ്ചസ് ടു യുവർ കമ്പ്യൂട്ടർ. ഓക്കെ, മൈക്രോസോഫ്റ്റ് വിൻഡോസ് വിസ്ത ബിറ്റ് ലോക്കർ ഡ്രിവൺ എൻക്രിപ്ഷൻ പ്രൊവൈഡ്. അതായത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമില്ല. സെക്യൂരിറ്റി ബേസ് ചെയ്തുകൊണ്ട് വന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ് വിസ്ത കേട്ടോ. 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ് XP. 2001 XP, ഇവിടെ വിസ്ത 2006 ക്ലിയർ? അത്രയും മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ബിറ്റ് ലോക്കർ ഡ്രിവൺ എൻക്രിപ്ഷൻ പ്രോഗ്രാം സ്റ്റാൻഡേർഡ് ഒക്കെ വന്നിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. വിൻഡോസ് വിസ്ത. ഓക്കെ, യെസ്. അപ്പൊ ത്രെഷോൾഡ് എന്ന കോഡ്നാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരുന്നു? ത്രെഷോൾഡ് എന്ന കോഡ്നാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞേ. അത് വിൻഡോസ് 10 ആണ് അല്ലെ? വിൻഡോസ് 10 ആണ് എന്ന പോയിന്റ് നമ്മൾ പഠിച്ചു. ഓക്കെ, യെസ്. അപ്പോ സെക്യൂരിറ്റി എനേബിൾ ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ് വിസ്ത എന്ന് പഠിച്ചു വെക്കാം. 64 ബിറ്റിൽ വന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ് XP എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്. അപ്പോ ഇത്ര നേരം പറഞ്ഞ പോയിന്റുകൾ ഞാനൊന്ന് റിവിഷൻ ചെയ്യട്ടെ. ഓർമ്മയുണ്ടോ നോക്കാം. നമുക്ക് നോക്കാം, ഓർമ്മയുണ്ടോ നോക്കാം. ഓക്കെ, യെസ്. വിൻഡോസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണോ, ലാംഗ്വേജ് പ്രോസസർ ആണോ? വിൻഡോസ് എന്ന് പറയുന്നത് എന്താ? അതെ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. വിൻഡോസ് എന്ന് പറയുന്നത് പ്രൊപ്രൈറ്ററി ആണോ, ഓപ്പൺ സോഴ്സ് ആണോ, ഷെയർവെയർ ആണോ? പ്രൊപ്രൈറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെയ്ഡ് ആണ് അല്ലെ? ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോഡ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഓപ്പൺ സോഴ്സ്. അപ്പൊ എന്താ ഷെയർവെയർ? ഷെയർവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിമിറ്റഡ് പീരീഡില് നമുക്ക് എന്ത് ചെയ്യാം? അത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. കുറച്ചു കാലത്തേക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം, അതിനുശേഷം നമുക്ക് അത് പെയ്ഡ് ആയി മാറും. അത്തരം സോഫ്റ്റ്വെയർ ആണ് ഷെയർവെയർ കേട്ടോ. പ്രൊപ്രൈറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡ് ആണ്. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഷെയർവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് നമുക്ക് എന്താണ് അത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം, അതിനുശേഷം പിന്നെ പെയ്ഡ് ആയി മാറും. ഓക്കെ, പിന്നെ മറ്റൊന്നും കൂടി ഉണ്ട്, ഫ്രീവെയർ. ഇങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട്. ഇപ്പോ വാട്സപ്പ് പെയ്ഡ് ആണോ? അല്ല, ഓപ്പൺ സോഴ്സ് ആണോ? ഓപ്പൺ സോഴ്സ് ആണെങ്കിൽ അതിന്റെ കാണണം. ഓപ്പൺ സോഴ്സ് ആണെങ്കിൽ അതിന്റെ കോഡ് കാണണം. നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് വാട്സപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഡിറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഉണ്ടോ? ഇല്ല, വാട്സപ്പ് അങ്ങനെയല്ല, ഓപ്പൺ സോഴ്സ് അല്ല. ഷെയർവെയർ നിശ്ചിത കാലത്തേക്ക് പൈസ കൊടുത്ത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം, പിന്നെ പൈസ കൊടുക്കണം, അങ്ങനെയാണോ വാട്സപ്പ്? അല്ല, അതുമല്ല. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള റൈറ്റ് ഫ്രീ ആയിട്ട് തരുന്നു, എന്നാൽ അതിന്റെ ഇന്റേണൽ കാര്യങ്ങളിൽ ഒന്നും ഇടപെടണ്ട എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഫ്രീവെയർ. സോഫ്റ്റ്വെയറിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടിയാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. അതിന് ഉദാഹരണമാണ് വാട്സപ്പും പിന്നെ സ്കൈപ്പും നമ്മുടെ PDF റീഡേഴ്സും എല്ലാം അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സോഫ്റ്റ്വെയർസിന് നമുക്ക് 4 ആയി തരംതിരിക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലെ? അതേ യൂസർക്ക് ആവശ്യമുള്ളത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റത്തിന് ആവശ്യമുള്ളത് സിസ്റ്റം സോഫ്റ്റ്വെയറും, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതല്ലാതെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇത് പേയ്മെന്റിന് അനുസരിച്ച് ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിനനുസരിച്ച് ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇപ്പൊ പറയുന്നത്. പ്രൊപ്രൈറ്ററി പെയ്ഡ് ആണ്, ഓപ്പൺ സോഴ്സ് ഓപ്പൺ ആണ്, ആർക്കും ഉപയോഗിക്കാം. ഓക്കെ, ഷെയർവെയർ ഒരു നിശ്ചിത കാലത്തേക്ക് ഉപയോഗിക്കാം, അതിനുശേഷം പിന്നെ എന്തായി മാറും? പെയ്ഡ് ആയിട്ട് മാറും. ഫ്രീവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഫ്രീ ആയിട്ട് അത് ഉപയോഗിക്കാം, പക്ഷെ ഇന്റേണൽ കാര്യങ്ങളൊന്നും ഇടപെടാൻ നമുക്ക് അധികാരമില്ല. അപ്പൊ വിൻഡോസ് ഏതായിരുന്നു ഇതിനകത്ത്? ഈ 4 എണ്ണത്തിൽ വിൻഡോസ് ഏതാ? വിൻഡോസ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. ഏത് കമ്പനിയുടെയാണ് വിൻഡോസ്? ഞാൻ റിവിഷൻ ചെയ്യണേ, ഇവിടെ ശ്രദ്ധിക്കുക. 10 ചോദ്യങ്ങൾ. എത്ര കിട്ടുന്നുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണേ. വിൻഡോസ് ഏത് കമ്പനിയുടെ ആണെന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. വിൻഡോസ് ഏത് കമ്പനിയുടെയാണ്? മൈക്രോസോഫ്റ്റിന്റെയാണ് വിൻഡോസ്. ഓക്കെ, മൈക്രോസോഫ്റ്റിന്റെ ആണ് വിൻഡോസ്. പിന്നെ ആരൊക്കെ ചേർന്നിട്ടാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചു. ആരൊക്കെ ചേർന്നിട്ടാ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടുപിടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിൽ ഗേറ്റ്സും പോൾ അലനുമാണ് എന്ന് പഠിച്ചു. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആദ്യമായി പുറത്തിറങ്ങിയത്, ഒഫീഷ്യലി പുറത്തിറങ്ങിയത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ആണ്.
1985-ലാണ്. വിൻഡോസിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ഏതാണ്? വിൻഡോസ് 11 ആണ് അല്ലെ? ഓക്കെ. വിൻഡോസ് 10ന്റെ മറ്റൊരു പേര് എന്താണ്? ത്രെഷോൾഡ് ആണ് അല്ലെ? വിൻഡോസിന്റെ വെർച്വൽ അസിസ്റ്റന്റിന്റെ പേര് എന്താണ്? വിൻഡോസിന്റെ വെർച്വൽ അസിസ്റ്റന്റിന്റെ പേര് കോർട്ടാന എന്ന് പഠിച്ചു വെക്കാം. വിൻഡോസ് 10 മുതലുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള ബ്രൗസർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ബ്രൗസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എഡ്ജ് ആണെന്ന് പഠിച്ചു വെക്കാം. എഡ്ജിന് മുന്നേ ഏതായിരുന്നു ഡിഫോൾട്ട് ബ്രൗസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഏതായിരുന്നു? എഡ്ജിന് മുന്നേ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണ് എന്ന് പഠിച്ചു വെക്കാം. 64 ബിറ്റിൽ വന്ന വിൻഡോസിന്റെ ആദ്യത്തെ വേർഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 64 ബിറ്റിൽ വന്നത് ഏതാണ്? വിൻഡോസ് XP ആണ് എന്ന് പഠിച്ചു വെക്കാം. വിൻഡോസ് 11 പുറത്തിറങ്ങിയത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻഡോസ് 11 പുറത്തിറങ്ങിയത് ഏത് വർഷമാണ്? 2021 അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് PSC അതിനകത്ത് ചോദിക്കുക. ഒരു 15-20 ഫാക്ടുകളാണ് നമ്മൾ ഇന്ന് ആച്ചിക്കുറിച്ചി പഠിച്ചത്. ഓക്കെ, പക്ക ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? വിൻഡോസിന്റെ ഒരു ഓവറോൾ, പിന്നെ കേണലും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? 138 ലാംഗ്വേജ് അങ്ങനെ കുറെ ഉണ്ട്. 25 പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ അല്ലെ? കുറച്ചും കൂടി എടുക്കാം കേട്ടോ, കുറച്ചും കൂടി എടുക്കാം. നമുക്ക് വിൻഡോസില് ഡിഫോൾട്ട് ആയിട്ട് തന്നെ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? പലതും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. ഓക്കെ, വെബ് ബ്രൗസേഴ്സ് ഞാൻ പറഞ്ഞു ഡിഫോൾട്ട് ആയിട്ട് എഡ്ജ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ക്രോമോ പിന്നെ മോസിലയോ ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഇതൊക്കെ അതിനകത്ത് കിട്ടുന്നതാണ്. ഫോട്ടോഷോപ്പ്, അഡോബ് റീഡർ, മെസ്സഞ്ചർ, മീഡിയ പ്ലേയേഴ്സ്, ഗെയിംസ്, ഓഡിയോ, ചാറ്റ്, മാപ്പ്, കലണ്ടർ, ഇതെല്ലാം വിൻഡോസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് നിരവധി അനവധിയാണ്. കുറച്ച് കാറ്റഗറി ഇവിടെ ഡിസ്പ്ലേ ചെയ്തു എന്ന് മാത്രം. ഇനി നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിന്റെ ഓരോരോ കാര്യങ്ങളിലേക്ക് പോവാണ്. ഡെസ്ക്ടോപ്പ്. എന്താ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതാണ് എന്റെ ഡെസ്ക്ടോപ്പ്. ഓക്കെ, കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇന്റർഫേസിനെ, നമ്മുടെ മുന്നിലുള്ളത് ഇതിനെ നമുക്ക് ഡെസ്ക്ടോപ്പ് എന്ന് പറയാം. ഇതിലെ ഓരോന്നിനെയും ഇതിനെ എന്ത് വിളിക്കാം? ഇതെന്താണ് പറഞ്ഞേ? ഇതെന്താണ്? ഐക്കൺ എന്നാണ് ഇതിനെ വിളിക്കുക അല്ലെ? ഓക്കെ, യെസ്, നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാം? ഐക്കൺ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്താ വിളിക്കുക? ഐക്കൺ എന്ന് വിളിക്കുക. അപ്പൊ ഇത് ടോട്ടൽ ഈ ഒരു ഇന്റർഫേസിനെയാണ്, യൂസർ ഇന്റർഫേസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഭാഗത്തെയാണ് ഡെസ്ക്ടോപ്പ് എന്ന് വിളിക്കുക. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഐക്കൺസ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഐക്കൺസ് എന്ന് വിളിക്കാം. ഇനി നമുക്ക് ഓരോന്ന് എന്തൊക്കെയാ അവിടെ കൊടുത്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? നോക്കി പഠിക്കാം. അപ്പൊ എന്താണ് ഡെസ്ക്ടോപ്പ്? refers the background of the screen on which various programs run. ഓരോരോ പ്രോഗ്രാമുകളും റൺ ചെയ്യുന്ന പ്രതലത്തിനെയാണ് നമുക്ക് ഡെസ്ക്ടോപ്പ് എന്ന് വിളിക്കാൻ സാധിക്കുക. ഇനി ഐക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ are those small pictures on a desktop and inside folders that represent various programs. അല്ലെ? ഓരോരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെപ്രസെന്റേഷനും അല്ലെ? സ്മോൾ പിക്ചേഴ്സ്. ഇത് PSC ചോദിച്ചൊരു ചോദ്യമാണ്. പ്രീവിയസ് ഇയർ PSC ചോദിച്ചൊരു ചോദ്യമാണ്. Icons are those small pictures on the desktop and inside folders that represent various programs. ഇത് PSC ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ചെറിയ ചെറിയ ചിത്രങ്ങൾ കണ്ടോ നിങ്ങളെ? എക്സലിൽ ഒരു ചിത്രമായിരിക്കും അല്ലെ? പിന്നെ അതുപോലെ തന്നെ ഡിഫോൾട്ട് ആയിട്ട് ബ്രൗസറിന് ഒരു ചിത്രമായിരിക്കും. അങ്ങനെ സ്മോൾ പിക്ചേഴ്സ് ആണ് ഉണ്ടാവുക ഓൺ ദി ഡെസ്ക്ടോപ്പ്. ഇൻസൈഡ് അത് തുറന്ന് നോക്കിക്കഴിഞ്ഞാല് അതിൽ വേറെ ഫോൾഡേഴ്സോ മറ്റ് വേരിയസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഐക്കൺസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഡെസ്ക്ടോപ്പ് എന്താണ്? ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻ ഓൺ വിച്ച് വേരിയസ് പ്രോഗ്രാംസ് റൺ എന്നുള്ളതാണ് ഡെസ്ക്ടോപ്പ് എന്നതോട് ഉദ്ദേശിക്കുന്നത്. ഐക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള സ്മോൾ പ്രോഗ്രാംസിനെയാണ് ഐക്കൺസ് എന്ന് വിളിക്കുന്നത് അല്ലെ? ടൈറ്റിൽ ബാർ refers to the bar at the top of an open window then that contain the name of the program and minimize, maximize, close button. ടൈറ്റിൽ ബാർ എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഏതെങ്കിലും ഒരു ഓപ്ഷൻ. ഇപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം. യെസ്, ഒന്നും കൂടി നോക്കാം. ഇപ്പൊ ഇവിടെ ഞാൻ എന്താണ് ഒരു വേർഡ് ഫയൽ ഓപ്പൺ ആക്കി. ഓക്കെ, വേർഡ് ഫയല് ഓപ്പൺ ആക്കുന്ന സമയത്ത് കണ്ടോ നിങ്ങള്? ഇവിടെ കണ്ടോ? ഇതിന്റെ
ഫ്യൂച്ചർ ടീച്ചർ, ഇത് നമ്മൾ വേറെ പ്രോഗ്രാം ആണ്. ഇതാണ് ഇതിന്റെ ടൈറ്റിൽ ബാർ അല്ലെ. യെസ്, എവിടെയാണോ നമുക്ക് അതിന്റെ പേര് കാണുന്നത് ഏറ്റവും മുകളിലായിട്ട് കാണുന്നത് അതാണ് ടൈറ്റിൽ ബാർ. അതിന്റെ പേരും ഓക്കെ നിങ്ങൾ ഇതാണ് മിനിമൈസ് ബട്ടൺ അല്ലെ. ഇതിപ്പോ മിനിമൈസ് ആയി. ഓക്കെ യെസ്, ഇത് മിനിമൈസ് ബട്ടൺ, പിന്നെ ഒന്ന് മാക്സിമൈസ് ബട്ടൺ കണ്ടോ. യെസ്, നമ്മുടെ കമ്പ്യൂട്ടറിന് ഇറങ്ങാൻ പോകുന്ന ഒരു ബുക്കാണ്. യെസ്, അപ്പോ മാക്സിമൈസ് ബട്ടണും മിനിമൈസ് ബട്ടണും കാണുന്നുണ്ടോ? റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടോ? മിനിമൈസ് ബട്ടൺ, മാക്സിമൈസ് ബട്ടൺ, ക്ലോസ് ബട്ടൺ ഒക്കെ കാണുന്ന ആ ഒരു വിൻഡോ, അതായത് ഈ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും പേരും ഈ പറയുന്ന മിനിമൈസും മാക്സിമൈസും പിന്നെ ക്ലോസ് ബട്ടൺ ഒക്കെ കാണുന്ന അതിനെ നമുക്ക് ടൈറ്റിൽ ബാർ എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് ജസ്റ്റ് അവിടെ ഒരു പോയിന്റില് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇനി ഏതാണ് പിന്നെ ടാസ്ക് ബാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടാസ്ക് ബാർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ് ഏതാ ടാസ്ക് ബാർ? കാണാൻ പറ്റുന്നുണ്ടോ ടാസ്ക് ബാർ? ഓക്കെ യെസ്, ടാസ്ക് ബാർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നോക്കിയേ നിങ്ങളെ, ഈ താഴെയുള്ള പോർഷനിലെ ടാസ്ക് ബാർ, ഇതാണ് ടാസ്ക് ബാർ. അതായത് നമ്മളെ സ്റ്റാർട്ട് ബട്ടണും ഒരുപാട് ഐക്കൺസ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻസും നമുക്ക് പിൻ ചെയ്ത ആപ്ലിക്കേഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നതാണ് ടാസ്ക് ബാർ എന്ന പോയിന്റ് പഠിച്ചു കേട്ടോ. സ്റ്റാർട്ട് ബട്ടണും പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഈ താഴെയുള്ള ബാറിനെയാണ് ടാസ്ക് ബാർ എന്ന് പറയും കേട്ടോ. പിന്നെ ഇവിടെ കണ്ട നോട്ടിഫിക്കേഷൻ ഏരിയ, നമ്മുടെ പിന്നെ ബാറ്ററിയുടെയും അതുപോലെ തന്നെ സൗണ്ടിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഏരിയ ഉണ്ടാവും. ഏറ്റവും താഴെ നമുക്ക് അവിടെ എന്തുണ്ടാവും? ഡേറ്റും ടൈമും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. എന്റെ തലക്ക് പിന്നിൽ ഡേറ്റും ടൈമും കേട്ടോ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ മാറ്റണോ? യെസ്, എന്നെ മാറ്റാൻ പറ്റാത്ത എന്താ? ഡേറ്റും ടൈമും കാണുന്നില്ലേ? യെസ്, അപ്പൊ അതും എന്ത് ചെയ്യാം? ഒന്നേ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഡെസ്ക്ടോപ്പ്. ഏത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ടോട്ടൽ ഏരിയനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡെസ്ക്ടോപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതിലെ മൗസ് കൊണ്ട് വെക്കുമ്പോൾ ഇതിനെ നമുക്ക് മൗസ് പോയിന്റർ എന്ന് വിളിക്കാം. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം കേട്ടോ. മൗസ് പോയിന്റർ എന്ന് വിളിക്കാം. പിന്നെ സ്റ്റാർട്ട് മെനു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. കഴിഞ്ഞ പരീക്ഷയിൽ PS ചോദിച്ചിട്ടുണ്ടേ, അത് നമുക്ക് എടുക്കാം. ഓക്കെ, ഏറ്റവും താഴെയുള്ള പോർഷൻ ആണ് എന്ത്? ടാസ്ക് ബാർ എന്ന് പഠിച്ചു വെക്കാം. സ്റ്റാർട്ട് ബട്ടൺ ഏത് ബാറിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാസ്ക് ബാറിലാണ് കേട്ടോ. യെസ്, ഓക്കെ ഓക്കെ, ഇത് PDF ആണ്, ഇത് PDF ആണ് കേട്ടോ. ഇത് PDF ആണ്, PDF ഉണ്ട് കേട്ടോ. ഓക്കെ യെസ്, അപ്പോ ടോട്ടൽ ഡെസ്ക്ടോപ്പ് എന്താണ്? ഡെസ്ക്ടോപ്പ് എന്താണ്? ഡെസ്ക്ടോപ്പ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് റെഫേഴ്സ് ടു ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി സ്ക്രീൻ ഓൺ വിച്ച് വേരിയസ് പ്രോഗ്രാംസ് റൺ. അല്ലെ, ഓരോ പ്രോഗ്രാംസ് റൺ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടിനെയാണ് ഡെസ്ക്ടോപ്പ് എന്ന് വിളിക്കുന്നത്. ഇതിലുള്ള ഓരോന്നിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ഐക്കൺസ് എന്ന് വിളിക്കാം. ഓക്കെ, ഐക്കൺസ് എന്ന് വിളിക്കാം. ഏറ്റവും താഴെ സ്റ്റാർട്ട് ബട്ടൺ ലെഫ്റ്റ് കോർണറിലെ ലെഫ്റ്റ് ബോട്ടത്തിലാണ് സ്റ്റാർട്ട് ബട്ടൺ ഉള്ളത്. ഓക്കെ, സ്റ്റാർട്ട് ബട്ടൺ എവിടെയാ കാണപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ടാസ്ക് ബാറിലാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? ചെയ്ത് വെക്കാം കേട്ടോ. സ്റ്റാർട്ട് ബട്ടൺ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാസ്ക് ബാറിലാന്ന് പഠിച്ചു വെക്കാം. ഇത് വിൻഡോസ് 7 ഒക്കെ ആണ്, ഓരോ OS-ലും മാറ്റം ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച പിന്നെ ഇന്റർഫേസ് 11 ആണ് കേട്ടോ. 11ന്റെ ഇന്റർഫേസ് മാറ്റമുണ്ട് കേട്ടോ. അപ്പൊ ടാസ്ക് ബാറിലാണ് സ്റ്റാർട്ട് ബട്ടൺ ഉള്ളത് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. നോട്ടിഫിക്കേഷൻ ഏരിയയും ഡേറ്റും ടൈമും ഒക്കെ എവിടെയാണ്? ടാസ്ക് ബാറിലാണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി നമ്മൾ മൗസിന്റെ കഴ്സറിനെ സൂചിപ്പിക്കുന്നത് മൗസ് പോയിന്റർ ആണ് എന്ന പോയിന്റും എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, അപ്പൊ ആ പോയിന്റുകളെ ഓർത്ത് വെക്കാം. അപ്പൊ ടാസ്ക് ബാർ എന്താണ് നോക്കിയേ നിങ്ങളെ? ടാസ്ക് ബാർ ഈസ് സീൻ അറ്റ് ദി bottom of the window screen. It can be moved with the start button and left and the ഇത് മൂവ് ചെയ്യാട്ടോ. സ്റ്റാർട്ട് ബാർ നമുക്ക് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ലെഫ്റ്റ് സൈഡില് ക്ലോക്കും ഒക്കെ ഉണ്ട് എന്നുള്ള പോയിന്റും നോട്ട് ചെയ്ത് വെക്കാം. ഇനി കൺട്രോൾ പാനൽ എന്താ? കമ്പോണന്റ് ഓഫ് ദി വിൻഡോസ് ദാറ്റ് പ്രൊവൈഡ്സ് എബിലിറ്റി ടു വ്യൂ ആൻഡ് ചേഞ്ചസ് സിസ്റ്റം സെറ്റിംഗ്സ്. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ തന്നെ സെറ്റിംഗ്സ് മാറ്റാൻ പറ്റുന്ന ഓപ്ഷൻ ആണ് ഇത്. സ്റ്റാർട്ട് ബാർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന കൺട്രോൾ പാനൽ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺട്രോൾ പാനൽ എവിടെയാണ്? സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ പാനലിലേക്ക് എത്താൻ പറ്റും. സിസ്റ്റത്തിന്റെ എൻറ്റയർ സെറ്റിംഗ്സ് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത് കൺട്രോൾ പാനലിൽ വരുന്ന ചേഞ്ചസ് വഴിയാണ് കേട്ടോ. യെസ്, ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റും എന്ത് ചെയ്യുക? കൺട്രോൾ പാനൽ കമ്പോണന്റ് ഓഫ് വിൻഡോസ് ദാറ്റ് പ്രൊവൈഡ്സ് എബിലിറ്റി ടു വ്യൂ ആൻഡ് ചേഞ്ച് സിസ്റ്റം സെറ്റിംഗ്സ് എന്ന് നോട്ട് ചെയ്ത് കേട്ടോ. കൺട്രോൾ പാനൽ വിൻഡോസ് ദാറ്റ് പ്രൊവൈഡ്സ് എബിലിറ്റി ടു വ്യൂ ആൻഡ് ചേഞ്ച് സിസ്റ്റം സെറ്റിംഗ്സ്. ഓക്കെ യെസ്,
അപ്പോ ഡെസ്ക്ടോപ്പ് എന്താ? ടോട്ടൽ ബാക്ക്ഗ്രൗണ്ട്. അതിലുള്ള പിക്ചേഴ്സിനെ റെപ്രസെന്റേഷൻ എന്ന് വിളിക്കാം, ഐക്കൺസ് എന്ന് വിളിക്കാം. ഏറ്റവും താഴെ ബോട്ടത്തിലുള്ള ഭാഗമാണ് ഇത് ടാസ്ക് ബാർ. സ്റ്റാർട്ട് ബട്ടൺ എവിടെയാണ്? ടാസ്ക് ബാറിൽ. നോട്ടിഫിക്കേഷൻ ഏരിയ എവിടെയാണ്? ടാസ്ക് ബാറിൽ. ഓക്കെ, മൗസിന്റെ റെപ്രസെന്റേഷൻ എന്ന് വിളിക്കാം, മൗസ് പോയിന്റർ എന്ന് വിളിക്കാം. കൺട്രോൾ പാനൽ എവിടെയാണ്? അതേ സ്റ്റാർട്ട് ബട്ടണിലാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഒറ്റ പിക്ചർ തന്നെ വ്യക്തമല്ലേ? ഇനി അതിന്റെ ഡെഫിനിഷൻ വൈസ് ഇംഗ്ലീഷിലുള്ള ആ ഒരു പോയിന്റ് ഒന്നുകൂടി നിങ്ങളൊന്ന് വായിച്ച്, പരിചയമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ കുറച്ചു കാലമായിട്ട് ഒന്നും നോക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി പഠിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ തൽക്കാലം ഞാൻ ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി നാളെ എടുത്തിട്ട് നമുക്ക് നാളെ വേർഡ് പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് പോകാം. ഓക്കെ, തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട്. അപ്പോ ഇന്നലെ ഡോക്ടറെ കാണിച്ചപ്പോ ഒന്ന് റെസ്റ്റ്, വോയിസ് റെസ്റ്റ് നിർബന്ധമായിട്ട് പറഞ്ഞാണ്. പക്ഷെ നമ്മളെ കോഴ്സ് ഇന്ന് തുടങ്ങല്ലേ, ഇന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റൂലല്ലോ. ഇന്ന് എന്തായാലും കയറി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ഒച്ച കുറച്ചെടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ, എന്താന്ന് അറിഞ്ഞൂടാ, സ്വഭാവമായി പോയി. യെസ്, അപ്പോ ഇപ്പൊ നല്ലതായിട്ട് കൂടിയിട്ടുണ്ട്. എന്നാലും നാളെ എന്തെങ്കിലുമൊക്കെ ചുക്കാപ്പിയൊക്കെ കുടിച്ച് നമുക്ക് നാളത്തെ ക്ലാസ് എടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വിൻഡോസിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോ ആ കാര്യങ്ങൾ നാളെ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, വേർഡിലേക്ക് പോകും. അപ്പൊ വേർഡ് ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കേട്ടോ. ഇതിനകത്ത് ഉള്ളത് ഇപ്പോ 2007 അല്ല, വേറെയാണ്. 2007 ഞാനൊന്ന് ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, 2007 ഇതാ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓരോരോ ഓപ്ഷൻസും നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ട്, ഹോമിനകത്ത് ഏതൊക്കെയാ ടാബുകൾ ഓരോന്നും കാണിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ എടുക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ പരമാവധി നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളത് നിങ്ങളെക്കാളും ആവശ്യം എനിക്കാണ് കേട്ടോ. ഓക്കെ, യെസ്. നിങ്ങളും അതേപോലെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും. അതിനുവേണ്ടി, കാരണം നമ്മുടെ ഫസ്റ്റ് ബാച്ചുകളാണ്, 1, 2 ബാച്ച് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പിള്ളേരാണ്. അപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് അത്രയും ആഗ്രഹമാണ്. അപ്പൊ അതിന്റെ കഴിവിന്റെ പരമാവധി, ഇതുവരെ ബാച്ച് 1 എന്തെങ്കിലും ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടോ? ഫുൾ റെസ്പോൺസും, ഇപ്പൊ വേറെ സ്റ്റാഫോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞാൻ തന്നെയാണ് ഫുള്ള് കസ്റ്റമർ കെയർ സപ്പോർട്ടും ഫുള്ള് കാര്യങ്ങളും. കുറച്ചെണ്ണത്തിന് മാത്രമേ നമ്മൾ ചെറിയൊരു ഹെൽപ്പ് ഒരാളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ പരമാവധി നമ്മൾ ഇതിന് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാം. അപ്പോ ഈ നിങ്ങൾ കേൾക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ ഈ കമ്മ്യൂണിറ്റി ഒന്നും കൂടി വളരാൻ നിങ്ങളെയും കൂടെ ഒരു ഹെൽപ്പ് വേണം. അപ്പൊ തീർച്ചയായിട്ടും ഇനി പുതുതായിട്ടൊക്കെ ആരെങ്കിലും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 7510116655 വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഒക്കെ പറയണേ. യെസ്, ക്ലാസ്സുകൾ പക്കയായിരിക്കും, അത് ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. പരമാവധി ബെസ്റ്റ് ക്ലാസ്സുകൾ തന്നെ ആയിരിക്കും ഇതിൽ തരിക കേട്ടോ. മലയാളത്തിന്റെ ക്ലാസ് ഉഷാറല്ലേ? ഇംഗ്ലീഷിന്റെ ക്ലാസ് അടിപൊളിയായിട്ട് പോകുന്നില്ലേ? റിനേസൻസ് ഒക്കെ ഇനി ഒരു പുലിയാണ് ക്ലാസ് എടുക്കാൻ പറ്റുന്നത്. GK-യും 1-2 ടീച്ചേഴ്സ് കൂടി ചേർന്നിട്ടായിരിക്കും എടുക്കുക. അതങ്ങനെ പോകും. 50 മാർക്കിന് നമ്മൾ ഇവിടെ ഡെയിലി ക്ലാസ്സുകൾ പോകുന്നുണ്ട് കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകളും ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പിന്നെ PDF-കൾ വരും. കണ്ടന്റ് സെഷനിൽ PDF ഉണ്ടാവും. ലൈവ് റെക്കോർഡ് സെഷനിലെ ക്ലാസിന്റെ ലൈവും കാണാൻ സാധിക്കും കേട്ടോ. അപ്പോ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു, സീ യു, ബൈ.